ഇത് വൈകാരികമായി തന്നെ സാധാരണ CPIM പ്രവർത്തകരെ, ഏത് പാർട്ടിയുടെ പ്രവർത്തകനെയും തൊടുന്നതാണ്, CPIM പ്രവർത്തകരെ പ്രത്യേകിച്ച് തൊടുന്നതാണ്. കാരണം രക്തസാക്ഷികളെ ആ മട്ടിൽ വലിയൊരു തലത്തിലാണ് CPIM അണികളും പ്രവർത്തകരും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് എന്നതാണ് തൽക്കാലം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെടുന്നതും. കാരണം 3 തരത്തിലുള്ള ഫണ്ട് ഇവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. 3 തരത്തിലുള്ള ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. അത് ഒന്ന് രക്തസാക്ഷി ഫണ്ടാണ്, രണ്ടാമത്തേത് കെട്ടിട ഫണ്ടാണ്, 3 തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. പക്ഷേ രക്തസാക്ഷി തട്ടിപ്പ് ഫണ്ട് എന്ന് മാത്രമാണ് എല്ലാ മാധ്യമങ്ങൾക്കും പറയാൻ തോന്നുക. അതിന് കാരണം അത് തന്നെയാണ് CPIM പ്രവർത്തകരും കൂടുതൽ ഗൗരവത്തോടെ കാണുന്നതും കൂടുതൽ വൈകാരികമായി കാണുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹം തന്നെയും തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെ ആയിരിക്കും സാധാരണ പാർട്ടി പ്രവർത്തകനും ഉണ്ടാവുക. പക്ഷേ CPIM ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്നിപ്പോൾ 1.5 മണിക്കൂറിലേറെ സമയമെടുത്തിട്ടാണ് CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ വിഷയത്തെ വിശദമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും അവ്യക്തമായ തലങ്ങൾ ധാരാളമുണ്ട്. സ്വാഭാവികമായും CPIM അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിലെങ്കിലും ആ കാര്യങ്ങൾ പൂർണ്ണമായി വിശദീകരിക്കേണ്ട ബാധ്യത അത് CPIMനുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം KK രാഗേഷിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വരികൾക്കിടയിൽ നിന്ന് വായിക്കാവുന്ന ചില കാര്യങ്ങൾ, അതായത് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഫണ്ട് ചിലവാക്കേണ്ടി വരില്ലേ എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യം, ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, ഈ ധനരാജൻ്റെ കൊലപാതകത്തിന് ശേഷം ധനരാജൻ വളരെ ജനകീയനായ നേതാവായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ കൊലപ്പെടുത്തി എന്നത് വൈകാരികമായി തന്നെയാണ് ഈ CPIMൻ്റെ പ്രവർത്തകരും കണ്ടിട്ടുള്ളത്. പിന്നീട് ദൗർഭാഗ്യകരമായ, സങ്കടകരമായ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പതിവ് രീതി, ഒരു കാലത്തുണ്ടായിരുന്ന ആ രീതി തന്നെ ആവർത്തിച്ചുകൊണ്ട് 2 BJP പ്രവർത്തകരുടെ കൊലപാതകം കൂടി നടക്കുന്നുണ്ട്. അതിലൊരാൾ ഈ ധനരാജൻ വധക്കേസിലെ പ്രതി തന്നെയാണ്. ആ കേസ് ആരാണ് നടത്തുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ കേസ് നടത്തിപ്പിന് ഫണ്ട് വിടുന്നതാണ് എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഫണ്ടിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് പൂർണ്ണമായി വിശദീകരിക്കാൻ CPIMന് കഴിയുമോ എന്നുള്ള കാര്യം യുക്തിസഹമായി ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഫണ്ട് മാറുന്നത് പല വഴിക്കാവാം. ആ ഫണ്ട് മാറുന്നതിനെ പൂർണ്ണമായി വിശദീകരിക്കാൻ CPIMന് പരിമിതികൾ ഉണ്ടാവാം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ ഒരു വകമാറ്റൽ നടന്നിട്ടേയില്ല എന്ന് CPIM നേതൃത്വം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്മേൽ കൂടുതൽ വ്യക്തതയ്ക്കായുള്ള അന്വേഷണം ഉണ്ടാകും, കൂടുതൽ ചർച്ചകളും സ്വാഭാവികമായും ഉണ്ടാകും എന്നതാണ് വാസ്തവം.